പ്രിയപ്പെട്ട കുട്ടികൾക്ക് റാഹത്താണെന്ന് മനസ്സിലാക്കുന്നു. അല്ലാഹു തആല സന്തോഷം റാഹത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ പുതിയൊരു പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഇതുവരെ പഠിച്ചതായ ഓരോ അക്ഷരങ്ങൾ നമ്മളാരും മറന്നില്ലല്ലോ. ഒരക്ഷരവും നമ്മൾ മറക്കാൻ പാടില്ല. എല്ലാ ദിവസവും വായിക്കുകയും എഴുതുകയും ചെയ്യണം. നിങ്ങളുടെ സ്ലേറ്റുകളിൽ, റഫ് പുസ്തകങ്ങളിൽ കൂടുതൽ അക്ഷരങ്ങൾ എഴുതുകയും പരിശീലിക്കുകയും ചെയ്യേണ്ടതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്, അല്ലേ? മുസ്ലിമീങ്ങളായ നമ്മൾക്ക് പരിശുദ്ധമാക്കപ്പെടുന്ന ദീനുൽ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈമാൻ കാര്യങ്ങൾ എന്നുള്ളത്. വിശ്വാസപരമായ കാര്യങ്ങൾ. ആ ഈമാൻ കാര്യങ്ങൾ എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയോ? 6 എണ്ണമുണ്ട്. എത്രയുണ്ട്? 6 എണ്ണമാണ് ഈമാൻ കാര്യങ്ങൾ ഉള്ളത്. അത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെ? നല്ല പാട്ട് പാടിക്കൊണ്ടാണ് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈ പാട്ടൊന്ന് പഠിക്കണം. അർക്കാനുൽ ഈമാൻ, ഈമാൻ കാര്യങ്ങൾ. എങ്ങനെ അട്ടിങ് വായിക്കാം? ആ പഠിച്ച അക്ഷരാണ്. അർക്കാനുൽ, ഇവിടെ ലാമുണ്ട്. ഈമാൻ, അർക്കാനുൽ ഈമാൻ. ഈമാൻ കാര്യം 6 ആറും അറിയൽ ഫർളാണ്. ഈമാൻ കാര്യം 6 ആറും അറിയൽ ഫർളാണ്. അല്ലാഹുവിലെ വിശ്വാസം ഈമാൻ കാര്യമിലൊന്നാണ്. അല്ലാഹുവിലെ വിശ്വാസം ഈമാൻ കാര്യമിലൊന്നാണ്. ഈമാൻ കാര്യം 6 എണ്ണമുണ്ട്. ഇത് 6ഉം അറിയണം. അത് നിർബന്ധമായിട്ട് അറിയേണ്ടതാണ്. ഒന്നാണ് അല്ലാഹുവിനെ വിശ്വസിക്കുക. നമ്മൾ അല്ലാഹുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അല്ലാഹു തആലയെ കണ്ടില്ല എങ്കിലും അല്ലാഹു തആലയുടെ പ്രവർത്തനങ്ങൾ ഇവിടെയെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പൊ നല്ല മഴ വർഷിക്കുന്ന, അതാരാ ചെയ്യുന്നേ? അല്ലാഹു. വെയിൽ വരുന്ന സമയത്ത് നല്ല വെയിലുണ്ടാകും, അതാരാ തരുന്നേ? അല്ലാഹു. തണുപ്പ് സമയത്ത് നല്ല തണുപ്പ് നമ്മൾ അനുഭവിക്കുന്നത് ആരാ ഉണ്ടാക്കുന്നത്? അല്ലാഹു തആല ഉണ്ടാക്കുന്നത്. എല്ലാ ദിവസവും സൂര്യൻ വരുന്നു പോകുന്നു, അല്ലേ? സൂര്യന് ലീവ് ചെയ്യാനുണ്ടോ? ഇല്ല. അതും ആരാണ് ചലിപ്പിക്കുന്നത്? അല്ലാഹു തആലയാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് വിശ്വസിക്കണം. മലക്കുകളവരിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ 2. രണ്ടാമത്തെ കാര്യമാണ് മലക്കുകളെ വിശ്വസിക്കുക. അല്ലാഹു തആലയുടെ സൈനികന്മാരാണ് മലക്കുകൾ. അവരെ കൊണ്ട് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ ശരീരത്തിന്റെ വലതും ഇടതുഭാഗങ്ങളിലും മലക്കുകളുണ്ട്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിലും മലക്കുകൾ വന്നിരിക്കാറുണ്ട്. പക്ഷെ നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. അവരെ കൊണ്ട് നമ്മള് വിശ്വസിക്കണം. റബ്ബിൻ കുതുബിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ 3. മൂന്നാമത്തെ കാര്യമാണ് അല്ലാഹു തആലയുടെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക. ആ കിതാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ കിതാബാണ് ഏത്? പരിശുദ്ധമാക്കപ്പെടുന്ന ഖുർആൻ എന്നുള്ളത്. റസൂലുകളവരിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ 4. നാലാമത്തെ കാര്യമാണ് മുർസലീങ്ങളെ വിശ്വസിക്കുക. പ്രവാചകന്മാരെ വിശ്വസിക്കണം. നമ്മളുടെ പ്രവാചകന്റെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആദ്യ നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ
ഒരുപാട് നബിമാര് വന്നിട്ടുണ്ട്, മുർസലീങ്ങളുണ്ട്, അവരെ കൊണ്ട് വിശ്വാസം വേണം. അന്ത്യദിനത്തിലെ വിശ്വാസം ഈമാൻ കാരമിലഞ്ചാണ്. കുറച്ചും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇവിടെ അന്ത്യനാളുണ്ടാവും. അന്ത്യനാൾ എന്ന് പറഞ്ഞാൽ പിന്നീട് ഇവിടെ ആരും മനുഷ്യർ ഇവിടെ ഭൂമിയിൽ താമസിക്കുകയില്ല. ഭൂമി ആകാശങ്ങളെല്ലാം പൊടിയായി പോകുന്ന ദിവസം. അതിനുശേഷം ഇവിടെ നേരത്തെ മരണപ്പെട്ടവരും ഇന്ന് ജീവിച്ച് മരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളും എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് കൂട്ടുകയാണ് അല്ലാഹു തആല. നല്ലവര് സ്വർഗത്തിലേക്കും മോശമായ ആളുകളെ നരകത്തിലേക്കും വേർതിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ദിവസം വരാനുണ്ട്. അതാണ് അന്ത്യ ദിവസം. അതുകൊണ്ട് നമുക്ക് വിശ്വാസം വേണം. ഖദർ ഖളാഇലെ വിശ്വാസം ഈമാൻ കാരമിലാറാണ്. ഖദർ ഖളാ, അല്ലാഹു തആലയുടെ കണക്കുകൾ. നമ്മൾക്ക് പനി വരുന്നുണ്ട്, അള്ളാന്റെ വിധിയാണ് അല്ലേ? അപ്പൊ ആ വിധികളിൽ നമ്മൾ എന്താക്കണം? വിശ്വസിക്കണം. ആരും നമ്മളറിഞ്ഞിടണം, ഈമാൻ കൽബിലുറച്ചിടണം. ഈ 6 കാര്യങ്ങൾ നമ്മൾ നന്നായി മനസ്സിലാക്കുകയും നമ്മളുടെ മനസ്സിൽ വിശ്വസിക്കുകയും വേണം. മനസ്സിലായി?